തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരവാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കുന്നു. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുന്നു. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇവിടെ ഒന്നാം പാഠഭാഗം അവസാനിച്ചു. രണ്ടാം പാഠഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്തു ലോകമൊക്കെയും ബർബർ ചാർത്തണം എന്നു ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനോസ് സുര്യനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിനും താൻ താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിനു ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തു ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ പാർത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിങ്ങി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളവും ശീലങ്ങൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്നു ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദേവപ്രസാദമുള്ള മനുഷ്യർക്കു സമാധാനം എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാം പാഠഭാഗം അവസാനിക്കുന്നു. തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ രണ്ട് പാഠമായ ഇത്ര സുന്ദരമായിട്ടാണ് ആ കുഞ്ഞുങ്ങൾ ഇത് വായിച്ചത്. ബിനു കൃഷ്ണയും ആന്റണി അൽജിനും. അവർ രണ്ടുപേരും നമ്മൾ കണ്ണടച്ചു പിടിച്ചാൽ കണ്ണു തുറന്ന് വായിക്കുന്നവരെ പോലെയാണ് നമുക്ക് മനസ്സിലാക്കുക. ഒരു നിമിഷം ഞാൻ എൻ്റെ ചിന്തകളെല്ലാം തന്നെ വളരെയധികം ഇരുട്ടിലാക്കുന്നതായ ഒരു വായനയുടെ രൂപമായി ഇതിനെ ദർശിക്കാൻ സാധിച്ചു. എന്നിരുന്നാലും കേവലമില്ല, അത്രയ്ക്ക് സുന്ദരമായിരുന്നു ആ വായനയുടെ ശബ്ദവും മാധുര്യവും. തീർച്ചയായും കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ഈ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതായ
ഉപകരണങ്ങൾ കൊണ്ട് കുറച്ചുകൂടെ സഹായകരമായി വായിക്കാൻ കഴിയുന്നുവെങ്കിലും ഇരുണ്ട ലോകത്തിൽ വെളിച്ചങ്ങളുള്ളവരായി അവർ പ്രകാശിക്കുകയാണ്. ക്രിസ്മസും അതുതന്നെയാണ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നിറങ്ങളില്ലാത്ത ലോകത്തിൽ സപ്തവർണ്ണങ്ങളും ചമയ്ക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം മാലാഖ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഈ സന്ധ്യ നാം ചെലവിടുന്നത്. ഇതിന് അവസരമൊരുക്കിയതായ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. കാഴ്ച എന്നത് എന്താണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ കാഴ്ചകളെ പ്രതീക്തമാക്കുന്നത് ഉൾക്കാഴ്ചകളാണ്. കാഴ്ചകളെ അവരുടെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നത് ഉൾക്കാഴ്ചകൾ. ആ ഉൾക്കാഴ്ചകളുള്ളവരായി ഈ കുഞ്ഞുങ്ങൾ ഈ സ്ഥാപനയിൽ ജീവിക്കുമ്പോൾ, ഇതിനോട് ചേർന്നുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഇവിടെ പഠിക്കുന്നവരും പ്രത്യേകിച്ച് അവരെ പഠിപ്പിക്കുന്നവരും എല്ലാം ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ മാലാഖ സ്പർശങ്ങളാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്താണ് ക്രിസ്മസ് നമ്മളോട് പറയുന്നത്? സ്വർഗം ഭൂമിയെ തൊടുന്ന നിമിഷമാണ് ക്രിസ്മസ്. സ്വർഗം താണിറങ്ങി വന്നു എന്നൊക്കെ നമ്മൾ പാടാറുള്ളത് പോലെ ഉയരത്തിലെ എല്ലാ മഹിമകളും വെടിഞ്ഞ്, സ്വർഗോന്നതങ്ങളുടെ എല്ലാ ആഡംബരങ്ങളും വെടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനായി ദൈവം പിറക്കുന്നതായ അനുഭവത്തെ, സ്വർഗത്തെ ഭൂമിയോളം താഴ്ത്തി കൊടുക്കുകയാണ്. ഏതിടങ്ങളിലും കൂടിച്ചേരലുകൾ വളരെയധികം അനിവാര്യമാണ്, യാതൊരു തർക്കവുമില്ല. പരസ്പരം ചേർന്നുകൊണ്ട് മാത്രമേ മനുഷ്യനായിരുന്നാലും പ്രകൃതിയായിരുന്നാലും ലോകത്തിൽ നിലനിൽക്കാൻ സാധ്യമായി തീരുകയുള്ളൂ. സ്വർഗോന്നതി ഭൂമിയിലേക്ക് താണിറക്കുകയാണ്. നമ്മൾ അതിനെ ആലങ്കാരികമായി മഞ്ഞു പൊഴിയുന്ന രാത്രിയെന്നും ശീതളഛായയെന്നും ഒക്കെ അലങ്കൃതമായി പറയുമെങ്കിലും ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനിൽ ചൊല്ലുന്നതിന്റെ പ്രതീകമാണ് ഈ ഒരു വലിയ രാത്രി എന്നുള്ളത് നമുക്കറിയാം. ഈ പ്രിയങ്ങളോടുകൂടി ചേർന്ന്, ഇവിടെയുള്ളതായ ഈ സമൂഹത്തോടുകൂടി ചേർന്ന് നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇതൊരു അതിജീവനത്തിന്റെ പ്രക്രിയ കൂടിയാണ്. ഇവരാരും കുറവുള്ളവരല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റ് സാധാരണ മനുഷ്യരെ പോലെ തന്നെ അവർക്ക് ചിലയിടങ്ങളിൽ കുറവുള്ളത് പോലെ മറ്റൊരു കുറവ് എന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ രീതിയിലും അവരുടെ വായനയിലും ഒന്നും നമ്മൾ അവരുടെ കുറവുകൾ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് കണ്ണടച്ച് പിടിച്ച് ആ കുഞ്ഞുങ്ങളുടെ വായന ശ്രദ്ധിച്ചാൽ കണ്ണ് തുറന്ന് വായിക്കുന്നവരെക്കാൾ സുന്ദരമായി വായിച്ച് അവർ അവസാനിപ്പിക്കുകയാണ്. ഇവനെ പങ്ക്ച്വേഷൻ, ഒരു ചെറിയ പോസ് പോലും യാതൊരു വിധത്തിലും വിടാതെ കൃത്യമായി അർത്ഥം പൂർത്തീകരിക്കുന്ന വിധത്തിൽ അവർക്ക് അതിനെ വായിച്ചു തീർക്കാൻ സാധിക്കും. അത് വെറും വായനയല്ല, അത് ആത്മാംശം നിറഞ്ഞതായ ഇടപെടൽ. ആ വചനം അവർ ഉൾക്കൊള്ളുകയാണ്. പലപ്പോഴും കാഴ്ചയോട് അഭിമാനിക്കുന്നതായ നമ്മളൊക്കെ വായിക്കുമ്പോൾ പുസ്തകത്തിൽ നോക്കുകയും ചിന്തിക്കുന്നത് വേറെ ലോകത്തിലുമായിരിക്കും. എന്നാൽ ഈ വായനയുടെ ലോകത്തിൽ ആത്മാംശം ഇട്ട് വായിക്കുവാൻ തക്കവണ്ണം അവരെ പ്രേരിതമാക്കുന്ന ദൈവത്തിന്റെ ആത്മശക്തി ഇന്നും അവരിൽ ഉള്ളത് കൊണ്ടാണ് അവരുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കും.
മായ ഏഞ്ചലിയോ എന്ന് പറയുന്നതായ ഒരു സ്ത്രീ ഇപ്രകാരം ഒരു വരികൾ കുറിച്ചിട്ടുണ്ട്. അവൾ പറയുകയാണ്, നിങ്ങൾ എന്നെ വാക്കുകൾ കൊണ്ട് വെടിവെച്ചിട്ടേക്കാം, കണ്ണുകൾ കൊണ്ട് എന്നെ മുറിച്ചു കളഞ്ഞേക്കാം, വെറുപ്പ് കൊണ്ട് എന്നെ കൊന്നു കളഞ്ഞേക്കാം. എങ്കിലും ഒന്നുണ്ട്, വായുവിനെ പോലെ ഞാൻ പൊങ്ങി പറക്കും. ഐ ഫ്ലൈ ലൈക്ക് എയർ. ഞാൻ വായുവിനെ പോലെ പൊങ്ങി പറക്കും. എന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ പൊങ്ങി പറക്കും എന്ന് പറയുകയാണ്. ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുന്നത് തന്നെയല്ലേ? ഈ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്ത് തന്നെയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല, പരിമിതി ഉള്ളവരാരായിരുന്നാലും അവരെല്ലാവരും നമ്മളോട് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈ പ്രതിസന്ധികൾ എന്ത് തന്നെയായിരുന്നാലും അതിൻ്റെ മുകളിൽ ഞാൻ പൊങ്ങിപ്പറക്കും. അവിടെയാണ് അവരുടെ ഉള്ളിലെ ക്രിസ്തു ജനനത്തിന്റെ സാധ്യത നാം കാണുന്നത്. അതുകൊണ്ട് സ്വർഗം ഭൂമിയെ തൊടുന്ന ഇടമായി ക്രിസ്മസ് നമ്മൾ കാണുകയാണ്. രണ്ടാമതായി ദൈവം മനുഷ്യനാകുന്നതായ അനുഭവമാണ് ക്രിസ്മസ്. സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യം, ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയുക എന്ന് പറയുന്നത് മനുഷ്യന് ദൈവമാകാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ളതായ ഒരു കാര്യമാണ്. God has limited himself in human. ദൈവം മനുഷ്യരിൽ തന്നെ പരിമിതപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഭൂമിയും അതിൻ്റെ സകല ചരങ്ങളും അണ്ടകടാകം മുഴുവനെയും പ്രപഞ്ചോത്പത്തിയും അതിൻ്റെ എല്ലാ അനുഭവങ്ങളും ഇതിനെല്ലാം ഒരു കൈക്കുമ്പിളിൽ നിറയ്ക്കാൻ കഴിയുന്നവന് ഒരു മനുഷ്യനിൽ പരിമിതപ്പെടുക എന്ന് പറയുമ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ് എന്ന് നാം ഓർക്കണം. അപ്പോൾ ഈ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ വളരെ ആഴമായി കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ആ സ്നേഹം മനുഷ്യനിലേക്ക് പരിവർത്തിപ്പിക്കുവാൻ God became human. ദൈവം മനുഷ്യനായി തീർന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജീസസ് ഈസ് ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ്. ക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യമുഖമാണ്. ക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യമുഖമാണ്. ആ ദൈവത്തിന്റെ മനുഷ്യമുഖത്തെ ദർശിക്കുവാനായിട്ട് ഈ സന്ധ്യയും ഈ രാവുകളും എനിക്കും നിങ്ങൾക്കും സഹായകരമായി തീരുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരു ക്രിസ്മസ് സന്ധ്യയിൽ സന്ദേശത്തിന്റെ പ്രസക്തി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് എന്ന ഉത്ബോധം വളരെ വ്യക്തമായി എനിക്കുള്ളതുകൊണ്ട് അതിനപ്പുറത്ത് പാട്ടുകളും സ്കിറ്റുകളും അതിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കാനുള്ളതായ ആൾക്കാരുടെ വാഞ്ചയെ വളരെ കൃത്യമായി അറിയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത്, ഒന്ന്, സ്വർഗം ഭൂമിയെ തൊടുന്ന സുദിനമാണ് ക്രിസ്മസ്. രണ്ട്, ദൈവം മനുഷ്യനിൽ പരിമിതപ്പെടുന്നതാണ് ക്രിസ്മസ്. അതുകൊണ്ട് ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുവാൻ തക്കവണ്ണം, ഈ ക്രിസ്തുവിന്റെ ജനനം നമ്മുടെ ജീവിതങ്ങളുടെ പ്രവർത്തനങ്ങളിലായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ളതായ വെളിച്ചം അതവരുടെ മുഖത്തും ജീവിത ഇടങ്ങളിലും പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ ഇടങ്ങളിലുമുള്ളതായ ജീവിതത്തിന്റെ വെളിച്ചങ്ങൾ പ്രകാശിക്കുവാൻ ക്രിസ്തു എന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ സംജാതമാകണം. ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഉദ്ദീപിക്കപ്പെടണം. മധുസൂദനനാരുടെ വരികൾ പ്രകാരമുണ്ട്: ഇരുളിൽ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത തീവി നിറഞ്ഞു, എൻ്റെ ചിറകിന് ആകാശം നീ തന്നു, എന്നെ ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു. ഇരുളിന്റെ മഹാനിദ്രയിൽ നിന്ന് നമ്മളെ ഉണർത്തിയത് ക്രിസ്തു ജനനമാണ്. അതിനുശേഷം ചിറകുള്ള വർണ്ണമുള്ളതായ തീവികൾ നമുക്ക് നൽകി, എന്നിട്ട് ചെറുത് നൽകി, ആകാശവും നൽകി. ഇന്ന് അന്തരിച്ച ശ്രീനിവാസൻ പറഞ്ഞതായ ഒരു വാചകത്തോടെ ഞാൻ എൻ്റെ വാക്കുകളിൽ അവസാനിപ്പിക്കട്ടെ. ശ്രീനിവാസൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കഥ ഇപ്രകാരമുണ്ട്: ഒരു പക്ഷി ഒരു ഉണങ്ങിയ മരക്കൊമ്പിലിരിക്കുമ്പോൾ അതിന് ഭയമില്ല,
കാരണം ആ മരക്കൊമ്പ് ഒടിയുമോ എന്ന് അതിന് ഭീതിയില്ല. എന്താണ് കാരണം? അതിരിക്കുന്ന മരക്കൊമ്പിലല്ല അതിൻ്റെ ബലം അത് ആശ്രയിച്ചിരിക്കുന്നത്. ആ മരക്കൊമ്പ് എപ്പോൾ ഒടിഞ്ഞാലും അതിൻ്റെ ചിറകിൽ അതിന് ബലം നൽകി പറക്കാൻ കഴിയുമെന്ന ബോധ്യമാണുള്ളത്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടം എന്തു തന്നെ ആയിരുന്നാലും നമ്മുടെ ഉള്ളിലെ ബലമാണ് നമ്മെ ഈ അനന്തവിഹായസിൽ പറക്കാൻ അനുവദിക്കുന്നത്. ആ അനന്തവിഹായസിൽ പറക്കുവാൻ ഈ ക്രിസ്തു ജനനം നമ്മുടെ ഉള്ളങ്ങളിൽ സാധ്യമായി തീരട്ടെ. ഈ ക്രിസ്മസും പ്രവേശിക്കുന്ന പുതുവർഷവും അതിന് അനുഗ്രഹവും നന്മയുള്ളതായി തീരട്ടെ. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.